പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ ഒരു ഫോട്ടോസ് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കേ. ഇത് വെറും ഒരു ഫോട്ടോയല്ല, ഒരുപാട് കണ്ണീരിൻ്റെ കഥകൾ പറയുന്ന ഒരു ഫോട്ടോസാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്താണ് ഓർമ്മ വന്നത്? നിങ്ങളുടെ പിതാവിനെ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാകും. എനിക്കും ഇത് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിൽ വന്നത്. ഇന്നത്തെ തലമുറ ഇതൊക്കെ അറിയണം. ആരും ഇത് അറിയുന്നില്ല, ആരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഉമ്മയുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉമ്മയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉമ്മ പറഞ്ഞെങ്കിലും തീർക്കും. ഉപ്പ അങ്ങനെയല്ലല്ലോ. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ഉപ്പയാകണം. ഞാനും ഒരു ഉപ്പയായപ്പോഴാണ് എനിക്കും മനസ്സിലായത് അതങ്ങനെയാണ്. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ മനസ്സിലിങ്ങനെ ഇട്ടൊതുക്കും, ആരോടും പറയില്ല. നിങ്ങളെയൊക്കെ പെറ്റ ഉമ്മയോട് പോലും ആ ഉപ്പ പറയില്ല. മക്കളെ, ഈ തൂക്കിയിട്ടിരിക്കുന്ന കുപ്പായം നിങ്ങൾ കണ്ടില്ലേ? അതൊരു ഉപ്പയുടെ കുപ്പായമാണത്. 8 വർഷമായിട്ട് പ്രിയപ്പെട്ട ഭാര്യ തൂക്കിയിട്ട ഒരു കുപ്പായമാണത്. മരണപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ കുപ്പായം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? അറിയണം. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പതിവായി ഷർട്ട് ഇങ്ങനെ തൂക്കിയിടും അത്രേ. ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇതുപോലെ പൈസയും ഉണ്ടാകും. ആ പൈസ എന്തിനാ? മക്കളെ, നിങ്ങൾക്ക് തരാൻ ഉപ്പ ആ പോക്കറ്റിൽ പൈസ ഇങ്ങനെ കാണുന്ന വിധം തൂക്കിയിട്ടിരിക്കുക. മക്കൾ പൈസക്ക് ചോദിക്കുമ്പോൾ ഉപ്പ പറയാറില്ലേ, പോക്കറ്റിൽ നിന്ന് എടുത്തോ മക്കളെയെന്ന്? അതന്നെ. ആ ഒരു ഉപ്പ മരണപ്പെട്ടപ്പോൾ ആ ഉപ്പയുടെ സാന്നിധ്യം ആ വീട്ടിൽ എന്നും ഉണ്ടാകുവാൻ ആ ഒരു ധൈര്യത്തിന് വേണ്ടി ആ ഒരു ഭാര്യ ആ ഷർട്ട് അതേപടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഒരുപാട് പഠിക്കാനില്ലേ നമുക്കിതിലൂടെ? ആ തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ട് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു. എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് എൻ്റെ പിതാവ് തന്നെയാണ്. എനിക്കും ഇതുപോലെ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ ഒരു 25 പൈസ എനിക്ക് തരുമായിരുന്നു. അത് മേശപ്പുറത്ത് ഇങ്ങനെ ഉപ്പ വെച്ചിട്ടുണ്ടാവും. ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം. ഒരു ദിവസം ഇതുപോലെ പള്ളിക്കൂടത്തിൽ മദ്രസയിൽ പോയതായിരുന്നു. രാത്രിയായിരുന്നു മദ്രസ. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാൻ കാണുന്നത് തടിച്ചു കൂടിയ ജനങ്ങളാണ്. 40 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരണപ്പെടുന്നത്. ഞാൻ പോകുന്നത് വരെ ഉപ്പക്കൊരു പ്രശ്നമില്ലായിരുന്നു. ആ 25 പൈസ എടുത്ത് ഞാൻ പോയതാ. തിരിച്ചു വന്നിട്ട് കാണുന്നത് ഇങ്ങനൊരവസ്ഥയാണ്. ആ ഉപ്പയുടെ ഖബറിൽ ഇന്നും സിയാറത്ത് ചെയ്യാൻ ഞാൻ പോകാറുണ്ട്. ഇന്ന് എത്ര മക്കൾ പോകാറുണ്ട് ഖബറിലായ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് സന്ദർശിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ എത്ര മക്കൾ ഇന്ന് പോകുന്നുണ്ട്. എനിക്ക് ഏറെ സന്തോഷമായത് ഈ 27 നോമ്പിൻ്റെ ആ ദിവസം, ആ ഒരു വെള്ളിയാഴ്ച ഒരുപാട് സന്തോഷമായി. ഖബർ ഇങ്ങനെ മുളച്ചു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ മനസ്സുകൊണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ ഖബറിനരികിലും ആളുകളാണ്. മക്കളെ കാണാനും പിതാവിനെ കാണാനും ഉമ്മയെ കാണാനും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. നിങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കൽ പോകുന്നത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പോകാൻ ശ്രമിക്കണം. നിങ്ങളെ കാണാൻ അവർ എത്രമാത്രം കൊതിക്കുന്നുണ്ട് എന്നറിയോ? അവർ നിങ്ങളെ കാണാൻ കൊതിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോഴുള്ള അവർക്കുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് ഖബറാളികൾക്ക്. അപ്പോൾ ഈ ഉമ്മ ചെയ്തത് എന്തിനാണെന്നറിയോ? ഇതെല്ലാവർക്കും പാഠമാകണം. മക്കൾ പിതാവിനെ മറക്കാതിരിക്കുവാനും മരണപ്പെട്ടുപോയ തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം എന്നും കൂടെയുണ്ടെന്ന് അനുഭവിക്കാനുമാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വൈറലാകാതിരിക്കുക അല്ലേ? കണ്ണില്ലാതിരിക്കുമ്പോഴാണ് കണ്ണിൻ്റെ കാഴ്ച മനസ്സിലാകുക എന്ന് പറഞ്ഞതുപോലെയാണ് ഉപ്പയുടെ സ്ഥിതി. എന്നുവെച്ചാൽ ഉപ്പയില്ലാത്ത ഒരു വിഷമം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്കറിയാം ഉപ്പയില്ലാത്തതിൻ്റെ വിഷമം എത്രമാത്രം ഉണ്ടാകുമെന്ന്. ഉപ്പ നഷ്ടപ്പെട്ട് ചെറിയ പ്രായം മുതലേ ജോലിക്കിറങ്ങിയതാ. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറക്കുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇതാകട്ടെ എന്ന് കരുതി. ഇതിനോടൊപ്പം തന്നെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയും നിങ്ങളെ അറിയിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം കർണാടകയിലുണ്ടായ വാഹനാപകടത്തിൽ 2 സഹോദരങ്ങൾ മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്.
ആ കുട്ടികളുടെ ഉപ്പയും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കൂടെ അവരും ഉണ്ടായിരുന്നു. ചെറിയ മക്കളടക്കം 7 പേരായിരുന്നു. പരിക്കുകളോടെ പല ആശുപത്രികളിലാണ് ഈ 7 പേരും ഉണ്ടായത്. അതിൽ ഉപ്പ ഇന്നലെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാടിനെ നട്ടിച്ച വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഇനിയും 6 പേര് ചികിത്സയിലാണ്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എത്രയും പെട്ടെന്ന് പടച്ചറബ് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. ആ ആശുപത്രിയിൽ നിന്നും എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. ആമീൻ. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് 3 പേരാണ്. അബ്ദുൽ അസീസിൻ്റെ മക്കളായ 2 മക്കളാണ് മരണപ്പെട്ടത്. 24 വയസ്സുള്ള മുഹമ്മദ് ഷാസാദ് എന്ന് പറയുന്ന മകൻ, 21 വയസ്സുള്ള പെൺകുട്ടി മുസ്കാനുൽ ഫിർദോസ്. ഈ 2 മക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവരെ ഖബറിലേക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പയും ഖബറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച ഭാര്യ രേഷ്മയുടെ വീട്ടിലേക്ക് ഇവർ വിരുന്നു പോയതായിരുന്നു. ഭാര്യ രേഷ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചേക്കാം. ഈ കുട്ടികളുടെ ഉപ്പ വേറെ കല്യാണം കഴിച്ചതായിരുന്നു. അവരുടെ വീട്ടിലേക്കാണ് ഇവർ വിരുന്നു പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കഥ പറയാനാണെങ്കിൽ ഒരുപാട് കഥ പറയാനുണ്ട്. മരണപ്പെട്ടു, 3 പേരും മരണപ്പെട്ടു. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. മരണപ്പെട്ടവർക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ദുആ മാത്രമാണ്. പടച്ചറബ് നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. വെറും ഒറ്റ നിമിഷം കൊണ്ടാണ് പടച്ചറബ് സന്തോഷങ്ങളൊക്കെ സങ്കടങ്ങളാക്കി മാറ്റുന്നത്. എന്നും നിഴലായി നമ്മുടെ കൂടെയുള്ളത് മരണം തന്നെയാകുന്നു, മരണം മാത്രമാകുന്നു. നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത്? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നമുക്ക് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഇവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഇവർ ഈ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. നിനക്ക് വേണ്ടി നിന്റെ എല്ലാ ഇബാദത്തുകളും ചെയ്തവരാണ് റബ്ബേ. നോമ്പ് നോറ്റവരാണ് റബ്ബേ. പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല റബ്ബേ. ഇവർ നോറ്റ നോമ്പിൻ്റെ എല്ലാ പവിത്രതയും ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നോമ്പ് നോറ്റ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാതെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ കുടുംബത്തിന്, അവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ബന്ധപ്പെട്ടവർക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ. ഈ ദുനിയാവിൽ നമുക്ക് ഉമ്മയില്ലാത്ത ജീവിതം നമുക്ക് തരലേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മമാർ വേദനിപ്പിക്കുന്ന അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.